എന്തോ ഒരു ബഹളം കേട്ടെ. അമ്മുമ്മേ, അമ്മുമ്മ പുറകുവശത്ത് വന്നിട്ട് ജനലില് വല്ലതും തട്ടിയിരുന്നോ? ഇല്ല, ഞാൻ ഫ്രണ്ടിൽ ആ ഊഞ്ഞാലയിൽ ഇരിക്കുവായിരുന്നു. എന്താ മക്കളെ? അളിയ എവിടെ? ഞാനിവിടെ വൈഫ് ഹൗസിലാടാ. പറവടാ, എന്താ പരിപാടി? അളിയ, ഞാൻ വിളിച്ചതേ, അന്നൊരിക്കൽ എന്റെ അടുത്ത് നീ പറഞ്ഞില്ലായിരുന്നു നിങ്ങളെ വീട്ടില് ഓജോ ബോർഡ് കളിച്ചു നോക്കിയെന്ന്? എടാ, ഈ പരിപാടിയൊക്കെ ശരിക്കും പറഞ്ഞാ ഉള്ളതാണോടാ? പ്രേതമൊക്കെ വരൂ? ശരിക്കും വരൂ? എടാ എടാ, ഈ പൊട്ട, ഇതൊക്കെ നിന്റെ ഉപബോധ മനസ്സിൽ തോന്നുന്നതായിരിക്കും. എടാ, എന്തിനാണ് ഇങ്ങനെ നേരെ വിളിക്കണേ? ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ആണല്ലേ? ഞാൻ പേടിച്ചിട്ടൊന്നും അല്ലടാ. ഞാൻ ഇവിടെ പിള്ളേരെ സെറ്റ് ഇവിടെ ഇതൊന്ന് കളിച്ചു നോക്കി. അവർക്ക് ഭയങ്കര പേടി. ഞാൻ വിളിക്കാം. ഉള്ളതാണല്ലേ അപ്പൊ ഇതൊക്കെ? എന്താ എന്താ നീ ചാടണേ? എന്തിനാ ഇങ്ങനെ വന്ന് വിളിക്കണേ? ഞാൻ നോർമലായിട്ടല്ലേ വിളിച്ചേ. അതിപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് പുറകിനെ തോണ്ടിക്കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കത്തുള്ളൂ. എന്താ? അല്ല, ഞാനേ പറയാൻ വരുമായിരുന്നു, നമ്മൾ ഓജോ ബോർഡ് കളിച്ചാലും അമ്മൂമ്മ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അടുത്ത കളി നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്യാമെന്നാണ് കേശു പറയുന്നത്. ഇനിയും കളിക്കാൻ പോണാണോ? കളിക്കണ്ടേ? കളിക്കാം. എന്തേ പേടിയാ? പേടിയാ എനിക്കാ? എന്നാ ഞാൻ കേശുവിനോട് സെറ്റ് ചെയ്യാൻ പറയാവേ. ഓക്കെ. മാവ് എന്താ റിട്ടം പോണു? അവിടെ ഒരു മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണ്. മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണ? എടാ, അതിവിടെ സ്ഥിരമാ. വേനൽക്കാലമൊക്കെ അല്ലേ, അപ്പൊ ചറവറാന്നിങ്ങനെ ഒടിഞ്ഞു വീഴും. അതിനാണ് ഇത്ര ഒന്ന് പേടിക്കണേ. ലച്ചു, അതല്ല. ആ മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണിട്ട് അത് റിട്ടേൺ തിരിച്ചു പോയി. എന്നിട്ട് വീണ്ടും താഴോട്ട് വന്നു. എന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോയി. എന്നിട്ട് ഇതിന്റെ മിഡിൽ പോർഷനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടെ സിധു, അത് നിന്റെ ഉപബോധ മനസ്സിൽ ചിലപ്പോ തോന്നിയതായിരിക്കും. നേരത്തെ കളിച്ചതിന്റെ പേടി മനസ്സിൽ കിടക്കല്ലേ, അതുകൊണ്ടാ. തോന്നലല്ല, ഉള്ളതാ, ഞാൻ കണ്ടതാ. എന്തോ പറഞ്ഞു? നേരത്തെ കളിച്ചതിന്റെ എന്തോ കളിച്ച്? அம்மா அது வந்து സത്യം പറ, എന്തോ കളിച്ചേ? இவங்க எல்லாரும் சொன்னப்போ நானும் விளையாடினேன். എന്ത്? ஹோஜோ போர்டு. ലച്ചു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് നശിച്ച കളി ഇവിടെ കളിക്കരുതെന്ന്. പണ്ട് പടവലത്ത് വെച്ചേ കളിച്ചതിന്റെ അനർത്ഥങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല. അതെ, ഇവന് പേടിയില്ലാന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ കളിച്ചു. அம்மா, இந்த வாட்டி இவங்க கூப்பிட்டது പൂസാരി അപ്പനെ. അമ്മ, പൂസാരി അപ്പനോ? എന്റെ ദൈവമേ, ഏത് പൂസാരി അപ്പനായാലും വന്നിട്ടുണ്ടോ അത് തിരിച്ചു പോവത്തില്ല. അതെന്തോ തിരിച്ചു പോവാൻ വണ്ടി എടുത്തില്ലേ? ഒരെണ്ണം ഞാനങ്ങ് വെച്ചേരും കേട്ടാ. എന്റെ മോനെ, ഇവർക്കോ ബുദ്ധിയും വിവരവും ഇല്ല. എന്നാ മോനെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ആത്മാക്കളെ ഒക്കെ വിളിച്ചു വരുത്തി കഴിഞ്ഞാ പിന്നെ അതുങ്ങൾ ഇവിടുന്ന് പോവോ? നീ എവിടെ ആയിരുന്നോ? ഞാൻ അടുക്കളയിൽ. എന്തുറ്റി? അവിടെ ഒരു മാവിന്റെ കൊമ്പ്. മാവിന്റെ കൊമ്പ് മേലോട്ടും താഴോട്ടും പോകുന്നു. ആന്റെ കൊമ്പ് മുകളിലോട്ടും താഴോട്ടും പോണെന്നാ?
അളിയാ മാമിന്റെ കൊമ്പ് പറന്നാ ആ ആ ആര് കണ്ടേ? അളിയൻ അളിയാ ആ അയ്യോ, അടുക്കളയിലല്ലയോ ശബ്ദം കേട്ടെ? ஆமாமா பூனையா இருக்கும் அம்மா. കൂടെയല്ലേ ആണാ തേങ്ങ പോയി നോക്കി ചെല്ല്. வா. അടുക്കളയിലോട്ട് പോയവരാരും കാണുന്നില്ലല്ലോടാ. അടയും പോയി നോക്കിട്ടോ. ഞാൻ എന്തിനാ പോന്നേ? എനിക്കിതിനകത്തൊന്നും വിശ്വാസമില്ലല്ലോടാ. എന്തായാലും മുമ്പ് എന്തുവായിരുന്നു? പൂച്ച പട്ടിയാ? പൂച്ചയാണോ പട്ടിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൊത്തം പാത്രം മൊത്തം വലിച്ചു വാരി അവിടെ ഇട്ടിട്ടുണ്ട്. டே பூசாரி அப்பம் வந்திருப்பாங்களோ? ഡാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോവരുതെന്ന്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അനുഭവിച്ചോ? അളിയാ, അളിയന്റെ കൈ വിറയ്ക്കുന്നുണ്ടോ? ഞാൻ വിറക്കുന്നില്ലല്ലോ. പാറൂസിന്റെ കയ്യാ വിറക്കുന്നേ. എന്റെ കൈ വിറയ്ക്കുന്നില്ല. ആ, അത് പാറൂസ് കൊച്ചായോണ്ട് അറിയാത്ത. പാറൂസാ വിറക്കുന്നേ. ആണോ? അളിയാ, എനിക്ക് വെള്ളം കുടിക്കണം. ഞാൻ പോയി വെള്ളം കുടിച്ചിട്ട് വരട്ടെ. പോരുത്. പാറൂസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാറൂസ് പേടിക്കില്ലേ? നിന്നെ കണ്ടാറേ നീ നല്ല പേടിച്ചിരിക്കുക എന്നുള്ള കാര്യം. എനിക്ക് പേടിയൊന്നുമില്ല. എന്നാലും പോകണ്ട, നമുക്ക് വെള്ളം ഇങ്ങോട്ട് വരുത്തിക്കാം. അവിടെ എല്ലാരും ഉണ്ടളിയാ. ഇവിടെ ഇരിക്കണേ. അളിയാ, എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഈ വീടിനെ ചുറ്റിപ്പറ്റി എന്തോ ഒരു ശക്തിയാണെന്ന് കറങ്ങുന്നുണ്ട്. പാറൂസേ, ചെറിയ വായി വലിയ വർത്താനം വേണ്ട കേട്ടോ. ഒന്നാമത്തെ മക്കള് പേടിച്ച് വിറച്ചിരിക്കുക. ഞാൻ പേടിക്കുന്നൊന്നുമില്ല. നീ പേടിക്കുന്നുണ്ട്, നീ നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട്. അവിടെ പോണു. ഇതന്നെ രണ്ടും ചേർന്നിരിക്കണേ. ചേർന്നിരുന്നല്ല, ചേർത്തിരുത്തിയതാ. എന്നെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല. കൊച്ചു പേടിച്ച് വിറച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ പ്രൊട്ടക്ഷൻ കൊടുത്താ. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടാ. നല്ല പേടിയുണ്ടല്ലേ? പേടിയാ? എനിക്കാ? നോ പേടി. പേടിക്കണ്ട കേട്ടാ. അളിയാ, അളിയനെ ഒട്ടും പേടിയില്ലാത്തോണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഈ വീട്ടില് അസ്വാഭാവികമായ പല സംഭവങ്ങളും നടക്കും. അതൊക്കെ അളിയൻ കണ്ടെന്നും വരും. പക്ഷെ കണ്ടില്ലെന്നും വിചാരിച്ചേക്കണം. ഇല്ലെങ്കിൽ ഇതേപോലെ പേടിച്ച് വിറച്ചിരിക്കും. പേടിച്ചു വിറച്ചിരിക്കാനാ? ഞാനാ? അളയാടാ, ഞാൻ ഈ പ്രയത്നമൊന്നും വിശ്വസിക്കത്തില്ല. ഞാനേ ശാസ്ത്രത്തിലാ വിശ്വസിക്കുന്നത്. ശാസ്ത്രത്തില്? അതെ. വിശ്വസിച്ചു. മൊത്തം പ്രശ്നമാ. നേരത്തെ പാത്രമെല്ലാം താഴെ കിടക്കുമല്ലായിരുന്നോ? അതെല്ലാം ഞങ്ങൾ പറക്കി മോളി വെച്ചു. ഞങ്ങൾ ഇങ്ങോട്ട് തിരിയുമ്പോ വീണ്ടും അങ്ങ് താഴെ പോവും. താരോ പറക്കി എറിയുന്നത് പോലെ. സത്യം പറഞ്ഞ സിദ്ധുമോനെ, അടുക്കള ഭാഗത്തോട്ട് പോകാൻ പോലും പേടിയാവുക. പേടി. ഈ പേടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ആണോ? എന്നാ എന്റെ പൊന്നുമോനൊരു കാര്യം ചെയ്യും. ഈ വഴി പോയി അടുക്കള വഴി വർക്ക് ഏരിയ വഴി വീടിന് ചുറ്റും ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങിയിട്ട് വാ. ഞാൻ പേടിയാണെങ്കിൽ അതങ്ങ് സമ്മതിക്കും. പേടി എനിക്ക്? ഫിയർ? നോ വേ. എന്റെ പൊന്നളി അങ്ങനെ സമ്മതിച്ചങ്ങ് വീട് പോട്ടെ, പ്രശ്നം കഴിഞ്ഞ്. ചലഞ്ചാണ്. ലച്ചൂസ് എന്നെ ചലഞ്ച് ചെയ്താണ് ഇപ്പൊ കണ്ടേ. ചലഞ്ച് ഒന്നും അല്ല, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പോയിട്ട് വാ. ഓ, അതാണല്ലോ ചലഞ്ച്. പ്രേതം പോലും കഷ്ടം. ലച്ചൂസ്, പാറൂസ്, നീ പേടിക്കരുത് കേട്ടോ. നീ കുറെ നേരമായിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു. ആരും പേടിക്കണ്ടെന്ന് ഞാനിപ്പം. ഞാൻ കൃത്യമായിട്ട് അടുക്കള വഴി കറങ്ങി വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടേ, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കേശുവിന്റെ കൂടെ വരട്ടെ. കുഴപ്പമില്ല, നമുക്കളയിനെ പൂർണ്ണ വിശ്വാസമാണ്. അല്ലാതെ വിശ്വാസം അല്ലേ?
ലച്ചു! ലച്ചു സാർ! മമ്മി അമ്മൂമ്മ ആ അളിയ വീട് ലച്ചാച്ചേ അമ്മൂമ്മ അളിയാ എന്താണ് ഇല്ല അല്ല മറ്റേ അളിയാ അളിയാടാ ലച്ചു സാർ. തീ 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 അപ്പ് ഡൗണ് അപ്പ് ഡൗണ് എയറില് കണ്ട് ലച്ചു തീ മനസ്സിലായി സിദ്ധു. ആ തീ പേടിക്കണ്ട ആ, തീ തീ ഏ? പേടിച്ചാ പേടിച്ച്. നന്നായിട്ട് പേടിച്ചാ എടാ എന്താ കാര്യം? അല്ല മോന് പേടിയുണ്ടോ? ആ, ഉണ്ടോന്ന് സമ്മതിച്ചേരെ. പേടിക്കേണ്ട സമയത്ത് പേടിക്കും. അളിയാ അളിയാൻ പേടിയില്ല എന്ന് വലിയ ഡയലോഗ് അടിച്ചല്ലേ. അപ്പൊ അളിയന് പേടിയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാരും കൂടെ ഒപ്പിച്ചൊരു പരിപാടിയാണിത്. അറിയാതെ ഞാനും അതിനകത്ത് കൂടിപ്പോയി. ഫൺ ഫൻ. നേരത്തെ ആ റൂമിന്റെ ജനലിന്റെ അടി വന്നില്ലേ അമ്മൂമ്മ. അല്ല മാവിന്റെ കൊമ്പ് അത് ഏറി നിന്ന് ഡാൻസ് കളിച്ചത് ഞാനാ. ടങ്കീസിട്ട് വലിച്ചതാ. ആ തീ കമ്പിയിട്ട് വലിച്ചതാ. അടുക്കളയില് പാത്രം വേണമോ? അത് ഞങ്ങളല്ല, അത് പൂച്ചയാണ്. അത് വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിച്ചൊരു സംഭവമാണ്. പൂച്ചയ്ക്ക് വരെ എന്നാ ടൈമിങ്, അതായത് നമ്മുടെ കൂടെ നിന്നു. പൂച്ചയുടെ കാര്യല്ലേ? അപ്പൊ ഫണ്ണാണെന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ഫണ്ണ്? എനിക്ക് അത്ര പിടിച്ചില്ല. നിങ്ങളുടെ ഈ ഫണ്ണ് കാരണം ഉണ്ടല്ലോ എന്റെ കൊച്ചിന് തന്തയില്ലാതായി പോയനെ. എന്തായാലും ഫണ്ണാണല്ലോ. ഫണ്ണാ വഴിക്കങ്ങ് പോട്ടല്ലേ. പിന്നെ അമ്മുമ്മേ, പാറുഷേ, എനിക്ക് ഇത്ര പേടിയുണ്ടെന്നേ വേറെ ആരോടും പറയല്ലേ.